ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികളുടെ നല്ല ഇപ്പോൾ ഒരുവിധ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ വൈറ്റ് സോസ് പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മുടെ പാസ്ത വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണിത്. ഇനി ഇതിലോട്ട് ഒരു 3/4 ടേബിൾ സ്പൂൺ സോൾട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന വെള്ളത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. 3/4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1 ടേബിൾ സ്പൂൺ എല്ലാം ആഡ് ചെയ്യാം, നമ്മൾ എടുക്കുന്ന വെള്ളത്തിനനുസരിച്ച്. ഇനി അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ യൂസ് ചെയ്യാം. അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി. ഇനി ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കണം. അപ്പം ഞാനിവിടെ എൽബോ പാസ്തയാണ് എടുത്തിട്ടുള്ളത്. 200 ഗ്രാം ഉണ്ട്. എൽബോ പാസ്ത അല്ലെങ്കിൽ പെന്നി പാസ്ത ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് ഓരോ ഷേപ്പിനനുസരിച്ചാണ്. ഇനി ഇതൊന്ന് ഒരു 8 മിനിറ്റ്സ് നമുക്ക് ബോയിൽ ചെയ്യാം. ഇപ്പോൾ 8 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് നോക്കിയപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ മുറിച്ച് നോക്കിയാൽ മതി. അപ്പോൾ കട്ടായി വരുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ പാസ്തയുടെ പാകം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇതിലെ വെള്ളം എല്ലാം ഒന്ന് ഊറ്റിക്കളയാം. വെള്ളം ഒട്ടും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അടുത്തതായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ഇല്ലാത്തവർക്ക് ഒലിവ് ഓയിൽ എടുത്താൽ മതി. ഇനി ഇതൊന്ന് മെൽറ്റായി വരണം. ബട്ടർ നല്ലോണം മെൽറ്റായിട്ടുണ്ട്. ഇനി അതിലോട്ട് വെളുത്തുള്ളി ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഉണ്ട്, നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചതാണ്. വെളുത്തുള്ളി ആവശ്യത്തിനുള്ള മൂപ്പായിട്ടുണ്ട്. ഇനി അതിലോട്ട് 2 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്യാം. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടി പിടിക്കാണ്ട് ശ്രദ്ധിക്കുക. കുറച്ച് ഒലിവ് ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ക്യാപ്സിക്കം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ ആഡ് ചെയ്യാം. 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടേബിൾ സ്പൂൺ വൈറ്റ് പെപ്പർ, 1/2 ടേബിൾ സ്പൂൺ ബ്ലാക്ക് പെപ്പർ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഒരു 3 കപ്പ് മിൽക്ക്, ഇതും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ആഡ് ചെയ്യാം. ഇതൊന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടെ ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് അധികം തിക്കാക്കിയിട്ടുണ്ട്. കൂടുതൽ സോസ് വേണമെന്നുള്ളവർക്ക് കുറച്ച് മുമ്പ് തന്നെ പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും തിക്കാവുന്നതിന് മുമ്പ് തന്നെ പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പാസ്ത ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് ഇനി ചിക്കൻ കൂടെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ചിക്കൻ ഞാൻ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് കുരുമുളകും ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വേവിച്ചതാണ്. ബോൺലെസ് പീസാണ്. അപ്പോൾ ഇത് ഞാനിങ്ങനെ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇതും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ചീസ് കൂടെ ആഡ് ചെയ്യാം. ഞാൻ മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. ഒന്നിങ്ങനെ ഗ്രേറ്റ് ചെയ്തതാണ്. വേണമെന്നുള്ളവർ ആഡ് ചെയ്താൽ മതി, നിർബന്ധമില്ല. വേണമെന്നുള്ളവർക്ക് കൂടുതലും ആഡ് ചെയ്യാം.
ഇനി ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം, ജസ്റ്റ് ഒന്ന് മെൽറ്റായി വരാനാണ്. ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചീസൊക്കെ നല്ല മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. കണ്ടില്ല, നല്ല ചീസി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് കൂടുതൽ തിക്കായി എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ല ക്രീമി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സേവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ വൈറ്റ് സോസ് പാസ്ത ദാ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഞാനിതൊരു സേവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ക്രീമി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോസ് പെട്ടെന്ന് തന്നെ കിട്ടാനായിട്ട് താഴെ കാണുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക്